അടുത്തിടെയായി നാടിനെ നടുക്കി പലവിധ ദുരന്തങ്ങളാണ് അരങ്ങേറിയത്. അതിൽ മനസ്സിൽ നൊമ്പരമായി നിൽക്കുന്ന ഒന്നാണ് വാൽപ്പാറയിലെ അപകടവും മരണവും. ആ ദുരന്തത്തെക്കുറിച്ച് വളരെ മുമ്പ് പ്രവചിച്ച RV മായയും ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. മായ മുൻകൂട്ടി കണ്ട പല ദുരന്തങ്ങളും ഇതോടെ കൂടുതൽ ചർച്ചയാകുകയാണ്. മായയുടെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ പലരെയും അത്ഭുതപ്പെടുത്തുന്നുമുണ്ട്. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? മായ തന്നെയാണ് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. നമസ്കാരം മായ, ന്യൂസ് 18ലേക്ക് സ്വാഗതം. നമസ്കാരം. മായ, ഞാൻ അടുത്തിടെ അയ്യർ ദ ഗ്രേറ്റ് എന്ന സിനിമ കാണുകയുണ്ടായി. യൂട്യൂബിൽ അതിന്റെ കമന്റ് സെക്ഷൻ നോക്കുമ്പോഴേക്കും മായയുടെ അഭിമുഖം കണ്ട് എത്തിയവർ ആരൊക്കെ എന്നുള്ളതാണ് അതിന്റെ ടോപ്പ് കമന്റ്സ് ആയിട്ട് നിൽക്കുന്നത്. സിനിമയിലൂടെ മാത്രം കണ്ടിട്ടുള്ള, എന്നാൽ അങ്ങനെ ചില കഥകൾ മാത്രം കേട്ടിട്ടുള്ള ഈ സംഭവങ്ങൾ മായ മുൻകൂട്ടി പ്രവചിക്കുന്നു എന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ തുടക്കം എങ്ങനെയാണ്, എവിടെ നിന്നുകൊണ്ടാണ് ഇങ്ങനൊരു സ്പാർക്ക് കിട്ടുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? ഇത് ചെറുപ്പം തൊട്ടേ എനിക്കിങ്ങനൊരു കഴിവുണ്ടായിരുന്നു. പക്ഷെ അത് കഴിവാണെന്ന് നമുക്ക് ചെറുപ്പത്തിൽ അറിയത്തില്ല. പിന്നെ ഒന്ന് മുതിർന്ന് സൈക്കോളജി ഒക്കെ പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കഴിവുണ്ട് നമുക്ക്. ഈ ഒരു പ്രീ കൊഗ്നിഷൻ, അതേപോലെ തന്നെ ടെലിപ്പതി, അതേപോലെ തന്നെ ഇൻഡ്യൂഷൻ ഒക്കെ ഒരു പ്രത്യേക കഴിവാണ്. അതൊരു സൈക്കോളജിക്കൽ ഒരു എബിലിറ്റിയാണ്. അല്ലെങ്കിൽ അത് മനുഷ്യന് അല്ലെങ്കിൽ ലക്ഷത്തിലൊരാൾക്കോ അല്ലെങ്കിൽ കുറച്ച് പേർക്കോ മാത്രം കിട്ടുന്ന കുറച്ച് കഴിവുകളാണെന്ന് ഞാനത് തിരിച്ചറിഞ്ഞത്. നേരത്തെ നമുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ പണ്ടുള്ള തലമുറ പറയുന്നത് കരുനാക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ അതൊരു കഴിവാണ്, നമുക്ക് ഭാവി പറയാൻ പറ്റും. അതേപോലെ തന്നെ വർത്തമാനകാലത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഭൂതകാലത്തിലുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു കഴിവ് തന്നെയാണ്. പക്ഷെ ആ കഴിവ് നമ്മളെ എന്തോരം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് വിശ്വസിക്കാത്ത ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയ്ക്കുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം എനിക്കൊരു 16-17 വയസ്സ് തൊട്ടാണ് ഞാൻ ഇതിനെ കൂടുതലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ പറയുന്ന ഒരു ഒട്ടുമിക്ക കാര്യങ്ങളും അത് കറക്റ്റ് ആവുന്നുണ്ട്, അതങ്ങനെ ആകുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാനും ചിന്തിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ഡിഗ്രിക്ക് BSc ബോട്ടണി ആയിരുന്നിട്ട് എനിക്ക് പിന്നെ ഒരു സൈക്കോളജി പഠിക്കണം, MSW സോഷ്യൽ വർക്ക് ഒക്കെ പഠിക്കണം എന്നായിരുന്നു എന്റെ മൈൻഡിൽ. ഞാനൊരു സോഷ്യൽ വർക്ക് മെന്റാലിറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു മേഖലയിലോട്ട് പോയപ്പോഴാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ ഒരു സംഭവം അത് കൃത്യമാണ്, അത് സയൻസ് ബേസിക് ആണെന്ന് മനസ്സിലാക്കുന്നതും ആ ഒരു കാര്യം കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്താൻ പോകുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്, പഠിക്കുന്നത് ആ ഒരു മേഖലയിലോട്ട് ഞാൻ കടന്നു വന്നത് പോലും. മായ, ഇപ്പോൾ ഓരോ ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് ആളുകളിലേക്ക് എത്തിക്കുന്ന സമയത്ത്, ഞാനിത് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ പോലും ആദ്യം ഇതിന്റെ റിസപ്ഷൻ എങ്ങനെയായിരുന്നു? ഇത് തട്ടിപ്പാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അയ്യോ, ആരും വിശ്വസിക്കത്തില്ലായിരുന്നു ആദ്യം. ഇല്ല മായ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അല്ല, ആരും വിശ്വസിക്കത്തില്ലായിരുന്നു. ഞാനിത് പണ്ട് എന്റെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ പോലും എന്റെ വീട്ടിലുള്ളവർ ഉൾപ്പെടെ പറയും, അവള് വട്ട് പറയുന്നു, അല്ലെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറയുന്നു, അവള് കുറെ പുസ്തകങ്ങളൊക്കെ പണ്ട് വായിക്കുമായിരുന്നു, ഞാനൊരു പുസ്തകപ്പുഴുവായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ പറയുന്നതാണ് വീട്ടുകാർ വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ സൈക്കോളജി ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കൗൺസിലിങ്ങും കാര്യങ്ങളും സൈക്കോളജിക്ക് പരമായിരിക്കും അവൾ പറയുന്നത്, അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാകും എന്നുള്ള രീതിയിൽ വീട്ടുകാരുൾപ്പെടെ പിന്നെ എന്റെ കൂട്ടുകാർ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. പണ്ട് ഇത് കൂട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരോർക്കും ഇതവള് ചുമ്മാ പറയുന്നതാണ് എന്ന് വിചാരിക്കും. കാരണം നമ്മളൊന്നും ആ സമയത്തൊന്നും ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നടന്നോ ഇല്ലയോ എന്നൊന്നും അങ്ങനെ ആരും നോക്കുന്നില്ലായിരുന്നു. പക്ഷെ പിന്നീട് ആൾക്കാരിലോട്ട് ഇത് ഞാൻ എന്റെ കൂട്ടുകാരിലോട്ട് കൂടുതലായപ്പം കൂട്ടുകാർ പറഞ്ഞു പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഒരു അക്സെപ്റ്റൻസ് വന്നത്. അതുവരെ ഒരു അക്സെപ്റ്റൻസ് ഇല്ലായിരുന്നു. പിന്നെ എന്റെ ലൈഫിൽ വലിയൊരു ട്രാജഡി നടന്നത് പോലും എനിക്ക് മുൻകൂട്ടി കാണാൻ പറ്റി. ഞാനത് പറഞ്ഞിട്ട് അദ്ദേഹം പോലും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷമാണ് പല ആൾക്കാരും പിന്നീട് വിശ്വസിക്കാൻ തുടങ്ങിയത്. ഈവൻ എന്റെ സെൽഫ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, മറ്റുള്ള എന്റെ വീട്ടിലുള്ളവർക്കോ കുടുംബക്കാർക്കോ ഉൾപ്പെടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പറയുമ്പോഴും അത് നടക്കുന്നത് പിന്നീടാണ് എല്ലാവരും മനസ്സിലാക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. പിന്നീട് എന്റെ വീട്ടിലുള്ളവർ പറയും, നീ അധികം പറയണ്ട, പറയുമ്പം ചിലപ്പോൾ ആൾക്കാർക്ക് അത് ദഹിക്കത്തില്ല, അവർ നിന്നെ ക്രിട്ടിസൈസ് ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് ഇത് പറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഞാൻ പറയും, നമ്മളത് പറയുമ്പം കുറച്ചും കൂടെ ആൾക്കാർ അത് അവെയർ ചെയ്യുവാണെങ്കിൽ, കുറെ കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ആ അപകടങ്ങളിൽ നിന്ന് അവരും ഒന്ന് കരുതിയിരിക്കും മുൻകൂട്ടി. അതേപോലെ തന്നെ ആ അപകടം ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതിന്റെ തീവ്രത കുറയ്ക്കാനോ പറ്റും. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പിന്നോട്ടില്ല, കുറെ കൂടെ എനിക്ക് അതിലോട്ട് വരണം, അല്ലെങ്കിൽ കുറെ കൂടി പഠിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ആ ഒരു മേഖലയെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത്. അങ്ങനെയാണ് എന്തെങ്കിലും ഒരു അക്സെപ്റ്റൻസിലോട്ട് വന്നത്. വെറുതെ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, അടുത്തെന്തെങ്കിലും പ്രവചിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണോ, അല്ലെങ്കിൽ മറ്റൊരു ദുരന്തം എന്തെങ്കിലും ആയിട്ട് കാണുന്നുണ്ടോ ഉള്ളിൽ? അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത വല്ലതും? അടുത്തൊരു ദുരന്തമായിട്ട് ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടെണ്ണം. ഒന്ന് ആ ഒരു ബസ്സിന്റെ അപകടം, നമ്മുടെ നാട്ടിലല്ലാത്ത നടക്കുന്നൊരു ബസ് അപകടം. അതേപോലെ തന്നെ
പിന്നുള്ളത് ആതിരപ്പള്ളി പോലുള്ള വലിയൊരു ഒന്നിൽ ആതിരപ്പള്ളിയാകാം, നമുക്ക് ഏറ്റവും ഉയരത്തിലുള്ളത് ആതിരപ്പള്ളിയാണ്. അതുപോലെ വലിയ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് മുകളിൽ നിന്ന് 3 കുട്ടികൾ വീഴുന്നതായിട്ടും അതിലൊരാൾ മരിക്കുന്നതായിട്ടുമാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ട്രിപ്പ് പോകണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ മുടക്കുമല്ല, നിങ്ങൾ എല്ലാവരും ട്രിപ്പ് പോവുക, പക്ഷെ മാക്സിമം ശ്രദ്ധിക്കുക. വെള്ളച്ചാട്ടങ്ങളായിക്കോട്ടെ, പാറക്കൂട്ടങ്ങളായിക്കോട്ടെ, എവിടെയായാലും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് മുന്നായിട്ടൊരു ഇത് കണ്ടത്, ഒരു വലിയൊരു വണ്ടി ട്രെയിനിന്റെ ഒരു ബോഗിയായിട്ടും കാണുന്നുണ്ട്, അതേസമയം തന്നെ നമ്മുടെ ഒരു ട്രക്കായിട്ടും കാണുന്നുണ്ട്. അത് ഞാൻ ആരും പേടിപ്പിക്കാനോ ഒന്നും പറയുന്നതല്ല. അത് നമ്മുടെ സേനയാണ് കാണുന്നത്. അത് പോലീസാകാം, ആർമി ആകാം, ആരായാലും വളരെ സങ്കടകരമുണ്ട്. എനിക്കിത് എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. അതും ഞാനൊരു ടെലിപ്പതിയായിട്ട് കണ്ടതാണ്. അവർ വരുന്ന ഒരു വാഹനം ഇതേപോലെ തന്നെ തീ പിടിക്കുന്നതായിട്ടോ, അതെങ്ങനെയാണ് തീ പിടിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അത് തീ പിടിക്കുന്നതായിട്ടും അതൊരു ദുരന്തമായിട്ട് മാറുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ അതിലൊരു ചെറിയൊരു കുട്ടിയെയും കാണുന്നുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താ അങ്ങനെ കണ്ടേന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ഈ വാൽപ്പാറ ദുരന്തം നടന്ന ആ ഒരു സമയത്ത് വന്നൊരു ടെലിപ്പതി ആയതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും നോക്കാനോ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും, കാരണം ഞാൻ ഭയങ്കര മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരുന്ന സമയത്ത് കണ്ട ഒരു ടെലിപ്പതിയാണത്. ഭയങ്കരമായിട്ട് ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരുന്നപ്പം കണ്ടതാണ്. അതിനും ചുമ്മാ കണ്ടതാണോ എന്താണെന്ന് അറിയത്തില്ല. കാരണം ഇതിന് മുൻപേ ഒക്കെ ഞാൻ ടെലിപ്പതി കണ്ട സമയത്തെല്ലാം എൻ്റെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് അല്ലായിരുന്നു. കണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരുന്ന സമയത്ത് കിട്ടിയതാണ്. പിന്നെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളും കാണുന്നുണ്ട്. സന്തോഷമായിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സന്തോഷമായിട്ട് കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ലതായിട്ട് കാണുന്ന കാര്യങ്ങൾ അതാരോടെങ്കിലും പറഞ്ഞാൽ ആ കാര്യം നടക്കുന്നില്ല. അതേസമയം അതേപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ദുരന്തം എന്തെങ്കിലും കണ്ടാൽ, അല്ലെ അപകടങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ചു പേരോടെങ്കിലും പറയുവാണെങ്കിൽ അതിന്റെ തീവ്രത കുറയുന്നുണ്ട്, ആൾക്കാർ ഒന്നുകൂടെ അവെയർ ആകുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പൊതുവെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈവൻ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണുന്നില്ല എന്നുള്ള ഒരുപാട് പേര് നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ അത് പറയുമ്പോൾ അത് നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ കാണുന്നതും ഞാൻ എന്റെ വാട്സാപ്പിൽ എവിടെയെങ്കിലും ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അത് നടക്കേണ്ട കാര്യമല്ലേ, നടന്നോട്ടെ, നമ്മളായിട്ട് അത് മുടക്കണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മായ, ഇപ്പൊ ഒരു വെടിക്കെട്ട് ദുരന്തം നടന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അത് അങ്ങനെ എന്തെങ്കിലും തോന്നലോ ചിന്തയോ ഉണ്ടായിരുന്നു? ഒന്നും കണ്ടില്ല. വെടിക്കെട്ട് ദുരന്തമായിട്ടല്ല ഞാൻ കണ്ടത്. ഇതിനു മുൻപൊരു ഈ നമ്മുടെ എറണാകുളത്ത് മറ്റേ വേസ്റ്റ് പ്ലാന്റിന് തീ പിടിച്ചായിരുന്നല്ലോ, ബ്രഹ്മപുരമോ. അപ്പൊ അവിടെ ഈ കണ്ട സമയത്ത് ഞാൻ അത് രണ്ടാമത് ടെലിപ്പതി നോക്കിയപ്പോ ഇതുപോലെ തീ തന്നെയാണ് കാരണമായിട്ട് കണ്ട് വലിയൊരു അപകടം നടക്കുന്നെന്ന് കണ്ടായിരുന്നു. പക്ഷേ അത് എന്റെ കൂട്ടുകാര് പറഞ്ഞത് എന്താണ്, ചിലപ്പോ അത് ആ ട്രെയിനിൽ നടന്ന തീയായിട്ട് അങ്ങ് മാറിയതായിരിക്കാം. റേഞ്ച് ഇഷ്യൂസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രീകോഗ്നിഷൻ ടെലിപ്പതി, അതാണ് മായ സംസാരിക്കുന്നത്. ഇതുപോലെ ദുരന്തങ്ങൾ വരുന്ന സമയത്ത് ഇതുവരെ മായ പറഞ്ഞത് ഇങ്ങനെയാണ്, സന്തോഷമുള്ള കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കാറുണ്ട്, പക്ഷേ അത് കാണാൻ കഴിയാറില്ല എന്നുള്ളതാണ് മായ പറയുന്നത്. അത് സംഭവിക്കാറില്ല. പക്ഷെ ദുരന്തങ്ങൾ കാണുന്ന സമയത്ത് അത് അറിയിക്കുകയാണെങ്കിൽ ഒരു അവയർനെസ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിയും. ആദ്യം ഒന്നും ആളുകൾക്കിത് അത്രയും കൂടി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് വീട്ടുകാർ തന്നെ പറഞ്ഞു നീ അധികം പറയണ്ട എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വാൽപ്പാറ ദുരന്തം ഒരാഴ്ച മുന്നേ മായ പ്രവചനം നടത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനും മായ പറയുന്നത് ബ്രഹ്മപുരം ഗ്യാസ് പ്ലാന്റിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഏകദേശം അതൊരു സൂചന കിട്ടിയെന്നതും കൂടി മായ പറയുന്നുണ്ട്. എന്തായാലും മായയുടെ പ്രവചനം ഭയങ്കരമായി വൈറലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നതാണ് വാൽപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് മായ നടത്തിയ പ്രവചനങ്ങൾ. എന്തായാലും മായയുടെ പ്രവചനം ഇങ്ങനെയായിരുന്നു: ടെലിപ്പതിയിലൂടെയുള്ള കാഴ്ച, ഒരു വാഹനം കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് മറിയുന്നത് താൻ മുൻകൂട്ടി കണ്ടുവെന്നാണ് മായ അവകാശപ്പെടുന്നത്. അതിൽ സ്കൂൾ കുട്ടികളല്ല, മറിച്ച് മുതിർന്നവരും 3 കുട്ടികളും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ആ ഒരു പ്രവചനങ്ങൾ മായ നടത്തിയത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാവുന്നത്. ആദ്യമൊന്നും ഈ പ്രവചനങ്ങളെ വളരെ ലാഘവത്തോടു കൂടിയാണ് മലയാളികൾ കണ്ടത്. ട്രോളുകൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൊന്നും തന്നെ ഇതിന് കൃത്യമായ വരവേൽപ്പൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ അടുത്തിടെ വാൽപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ പ്രവചനം ആണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. ആളുകൾക്കിടയിൽ ഇത് വളരെയധികം സ്ട്രൈക്കായി, പലയിടത്തും മായ ചർച്ചയായി, മായയുടെ അഭിമുഖങ്ങൾ വളരെയധികം വൈറലായി. മലയാളത്തിൽ മമ്മൂട്ടി നായകനായ അയ്യർ ദ ഗ്രേറ്റ്, ഇതുപോലെ
പ്രവചിക്കാൻ കഴിയുന്ന ഒരു സിനിമയായിരുന്നു മമ്മൂക്ക ഇതിനകത്ത് കൈകാര്യം ചെയ്തത്. ആ സിനിമയുടെ കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടെ ഇപ്പോൾ മായയുടെ തരംഗമാണ്. മായയുടെ കമൻറ്റ്സ്, മായയുമായി ബന്ധപ്പെട്ടുള്ള കമൻറ്റുകളാണ് അതിൻ്റെ യൂട്യൂബിലൊക്കെ കാണാൻ കഴിയുന്നത്. ഏതായാലും ഈ പ്രീ കോഗ്നിഷൻ ടെലിപ്പതി എന്നുള്ളതാണ് മായ പറയുന്നത്. സൈക്കോളജിയിലും പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷനിലും ആണ് മായ ഗവേഷണം നടത്തുന്നത്. ഇതുപോലുള്ള ദുരന്തങ്ങൾ മുൻകൂട്ടി കാണുമ്പോൾ ഇപ്പോൾ അടുത്തതായി എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ട്രക്ക് എന്നാണ് മായ പറയുന്നത്. അതിപ്പോൾ സേനയുമായി ബന്ധപ്പെട്ടതുള്ളതാണ് എന്നുള്ളതാണ് മായ ഇപ്പോൾ നമുക്ക് നൽകിയ, ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം. സേനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രക്ക് അല്ലെങ്കിൽ ഒരു ലോറി, അത് ഒരു ദുരന്തത്തിൽ പെടുന്നൊരു കാഴ്ച എന്നുള്ളതാണ് മായ പറയുന്നത്. അറിയില്ല, എന്തായാലും മായയുടെ ചിന്തകൾ അല്ലെങ്കിൽ അതാണ്. എന്തായാലും മായ ചേരുന്നുണ്ട്, കുറച്ച് നേരം കണക്ഷൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്തായാലും മായ, ഇത് എപ്പോഴാണ് ഇങ്ങനൊരു ചിന്തകൾ വരുന്നത്? ഇപ്പൊ നമുക്കൊരു തോട്ട് ഉണ്ടാവണോ? ചിന്തകൾ വരുന്നത് നമ്മള് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ, ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, വണ്ടി ഓടിക്കുന്ന സമയത്ത്, ഈവൻ നമ്മൾ ഏത് സമയത്തും എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്ന സമയത്തോ വെറുതെ ഇരുന്നാലോ ഇതിങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ മൈൻഡിലോട്ട് ഈ സംഭവം വിഷ്വലൈസ് ആയിട്ട് കാണുന്നത്. ഈവൻ അതിന്റെ സൗണ്ട് ഉൾപ്പെടെ നമുക്ക് കിട്ടും, വിഷൻ കിട്ടും. എന്താ നടക്കുന്നതെന്ന് ആ സ്പോട്ടിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു ഫീലിങ്സ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. അല്ലാതെ നമ്മൾ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ചിന്തിക്കുന്ന സമയത്തോ ഒന്നും കിട്ടുന്നതല്ല. നമ്മുടെ മൈൻഡ് വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത സമയത്ത് തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. ആ സമയത്ത് പക്ഷെ നമുക്ക് ഈ ഒരു സംഭവത്തിലായിരിക്കും നമ്മുടെ മൈൻഡും അല്ലെങ്കിൽ നമ്മൾ ഫുള്ളൊന്ന് പറയാൻ പറ്റും. അതാണ് ആ ഒരു ഇത്. ആ സമയത്ത് ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു 4-5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വന്നു കണ്ടു അങ്ങ് പോകും. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നമ്മൾ മറന്നും പോകും. അതാണ് മെയിൻ ഒരു ഇതിന്റെ ഒരു പ്രശ്നം. അന്നേരം ഞാൻ ഒന്നില്ല പെട്ടെന്ന് എന്റെ കൂട്ടുകാരോട് ആരുടെയും പറയും, അല്ല പണ്ട് ഞാനതങ്ങനെ ആരോടും പറയത്തില്ലായിരുന്നു, ഞാനിത് അങ്ങനെ കണ്ടങ്ങ് പോകും, പോവട്ടെ. പക്ഷെ പിന്നീട് ആ സംഭവം നടക്കുമ്പോഴായിരിക്കും ഞാൻ ഓർക്കുന്നത്, അയ്യോ അന്ന് ഞാനിത്, അത് പെട്ടെന്ന് അതേ ഒരു ഫീലിങ്സ് എനിക്ക് അന്നേരം വരും. ഇതാ ആ സംഭവം നടക്കുന്നു, അന്ന് ഞാനത് കണ്ടതായിരുന്നല്ലോ എന്നുള്ള ഒരു ഇത് വരുന്നത്. ഇപ്പൊ ഞാനതൊരു 6-7 വർഷം കൊണ്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തല്ല എന്റെ ഗ്രൂപ്പിൽ എഴുതിയിട്ടിട്ട് പിന്നെ നമുക്കറിയാവില്ല ആ സംഭവം നടക്കുമ്പോഴും അതേ ഫീലിങ്സ് വരുമ്പോൾ അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോ ഇന്നിപ്പോ ഈ വാൽപ്പാറ ദുരന്തം നടക്കുന്നതിന്റെ തലേദിവസം ഞാൻ ഇതുപോലെ എന്റെ ജോലി സ്ഥലത്തായിരുന്നു. ജോലിക്ക് പോകുന്ന സമയത്ത് ഈ സംഭവം നടക്കുന്ന ഉച്ചയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായി. എന്റെ BP ഒക്കെ ഭയങ്കരമായിട്ട് ലോ ആയി. ഞാൻ പഴയതുപോലെ തന്നെ ഭയങ്കര ഷിവറിങ് ആയി. ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് ഞാൻ വണ്ടി സൈഡ് നിർത്തിയിട്ട് ഞാനൊരു കടയിൽ കയറിയിരുന്നു. അപ്പൊ ആ കടയിൽ കയറിയപ്പോൾ ചേച്ചി ചോദിച്ചു എന്താ പറ്റി. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ചേച്ചി, വെയിൽ കൊണ്ടേന്റെ ആയിരിക്കും, അവരോട് ഇത് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വെയിൽ കൊണ്ടേന്റെ ആയിരിക്കും, പ്രഷർ കുറഞ്ഞതാണ് ആയിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്ക് പറ്റുന്നില്ല. എനിക്കിതിങ്ങനെ കണ്ടോണ്ടിരിക്കുവാണ്. ആ സമയത്ത് ഇത് നടക്കും, കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇത് നടക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ എന്തോ ചെയ്തു, നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങള്, പിന്നെ പ്രെയർ, അതൊക്കെ ഇങ്ങനെ ചെയ്തു. ദൈവമേ ഒന്നും സംഭവിക്കല്ലേ, 3 കുഞ്ഞുങ്ങൾ അതിനോട് ഒന്നും നമ്മൾ ചിന്തിക്കുന്നതാണ്. കാരണം എന്താണ്, നമുക്കറിയാത്ത ആളാണ്, എന്നാലും ശരിയാണ്, ആർക്കും ഒരു ആപത്തും വരരുതെന്നാണ് എന്റെ ഒരു മോട്ടീവ്. അപ്പൊ ഞാനിങ്ങനെ എന്നിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ തലയെല്ലാം പൊട്ടിപ്പൊളിയുന്ന വേദന പോലെ വരും നമുക്ക് ആ സമയത്ത്. അത് എനിക്ക് തോന്നുന്നു ഈ പ്രീ കോഗ്നിഷനോ ഇൻഡ്യൂഷനോ ഉള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പം ഒരു തട്ടുകട കണ്ടു. നട്ടുച്ച നേരത്ത് ഞാൻ അവിടെ കയറി ചായ കുടിക്കേണ്ടി വന്നു. കാരണം എനിക്ക് അത്രയ്ക്ക് ചൂടായിട്ട് പോലും ഞാൻ അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇച്ചിരി ഒരു ഇത് ആയി. പിന്നെ ഞാൻ അവരോട് കുറച്ചു നേരം എന്റെ മൈൻഡ് ഒന്ന് കൺവേർട്ട് ആകാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന ബംഗാളികളാണോ തമിഴന്മാരാണോ എനിക്കറിയത്തില്ല, എന്തായാലും അതർ സംസ്ഥാനക്കാരാണ്, ആ ചേട്ടന്മാരോട് ഞാൻ ഇരുന്ന് സംസാരിച്ചു. കാരണം എന്റെ മൈൻഡ് ഒന്ന് ഇതാകാൻ വേണ്ടി. പിന്നെ എനിക്ക് ഡ്യൂട്ടി ഒന്നും അധികം ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞാൻ പിന്നെ പോയി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞ് നീ ആ കണ്ട ടെലിപ്പതി ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ആ സമയത്ത് തന്നെ. അപ്പോ അതിനകത്തെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാനിത് എഴുതിയിടുന്ന അതേ സമയം തന്നെ 5:30 എന്തോ ആ സമയത്ത് തന്നെയാണ് അവിടെ ആക്സിഡന്റ് നടന്നത്. അതേപോലെ തന്നെ പറഞ്ഞ നമ്പേഴ്സ് കറക്റ്റ്, സ്ഥലം കറക്റ്റ്, ഞാൻ കണ്ട അതേ വിഷ്വൽസ്. അപ്പൊ അത് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ഞാൻ ഇപ്പോഴും അതിനകത്തൊന്നും റിലാക്സ് ആയിട്ടില്ല. കാരണം ആ ഒരു മൈൻഡ് ഡിസ്റ്റർബ്, അതേപോലെ തന്നെ ഫിസിക്കൽ വീക്ക്നെസ്സും എനിക്ക് കുറച്ച് ദിവസം ഉണ്ടാവും. നല്ല പോലെ നമ്മൾ ടയേർഡായി പോകും. ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ അത് കണ്ട് ഞാൻ 2 ദിവസത്തോളം ആ ഒരു ഇതിലായിരുന്നു. ആ സമയത്താണ് ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ പോലീസ് സേനയാകാം, ആർമി ആകാം, ആരാന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ ഈവൻ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന നമ്മുടെ സേനയ്ക്ക് എന്തോ ഒരു ഇത് വരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടത്. പക്ഷെ അത് ആരോട് പറയണം എന്ന് എനിക്കറിയില്ല. അതൊരു ട്രെയിനിന്റെ ബോഗി പോലെയോ അല്ലെങ്കിൽ സേന പോകുന്ന വലിയൊരു ട്രക്ക് പോലെയോ ഒക്കെയാണ് കണ്ടത്. പക്ഷെ എന്താണ് അതിന്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ തീയാണ് കാണുന്നത്. അപ്പോ ഞാൻ അന്നേരവും ഡിസ്റ്റർബ് ആയി. ദൈവമേ ഇതെനിക്ക് കൃത്യമായിട്ട് നോക്കാനും പറ്റുന്നില്ല. ഈ മൈൻഡ് ഡിസ്റ്റർബ് ആകുന്ന സമയത്ത് എനിക്ക് സാധാരണ ഇങ്ങനെ ടെലിപ്പതി വരുന്നില്ല. ഇത് എന്താണ് ഇങ്ങനെ, ഈ പ്രീ കോഗ്നിഷൻ കറക്റ്റ് ആവുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയാനും പാടില്ല. പക്ഷെ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട
ഒരു കാര്യം ഇപ്പൊ ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് ആരെയും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ആരെയും വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അടുത്തൊരു പ്രവചനമാണെന്ന് നിങ്ങൾ ചിന്തിക്കല്. എന്റെ മൈൻഡിൽ വന്ന പ്രീകോഗ്നിഷൻ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഇൻഡ്യൂഷൻ ആകാം. ഞാൻ ടെലിപ്പതി എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് സാധാരണ ആൾക്കാർക്ക് ഒരു കോമൺ മാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് ടെലിപ്പതി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലാതെ എനിക്ക് അറിയാതെ പ്രീകോഗ്നിഷൻ ആണ് അല്ലെങ്കിൽ പോസ്റ്റ് കോഗ്നിഷൻ ആണ് അല്ലെങ്കിൽ ക്ലെയർവോയൻസ് ആണ് സൈറ്റോകൈനസിസ് ആണ് അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ ആണ്, ഇതൊക്കെ എനിക്കും അറിയാം. അത് കൃത്യമായിട്ട് ആൾക്കാരിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ വാക്ക് പറയണം. ടെലിപ്പതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെങ്കിൽ എവിടുന്നോ കിട്ടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണെന്ന് സാധാ ആൾക്കാർക്ക് കൂടെ കിട്ടുന്ന രീതിയിലാണ് ഞാൻ ടെലിപ്പതി എന്ന് പറയുന്നത്. ഇത് ടെലിപ്പതി അല്ലെന്ന് ഇനി ഈവൻ ടെലിപ്പതി ആകുമോ എന്ന് അറിയത്തില്ല. എല്ലാവരും പറയുന്ന പോലെ മനുഷ്യന്മാർക്ക് മാത്രം നടക്കാൻ പറ്റുന്നതാണോ ടെലിപ്പതി? ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ പവേഴ്സ് മനുഷ്യന്റെ കൊടുക്കുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ടെലിപ്പതി എന്ന് പറയാം. അതും പ്രൂവ്ഡ് അല്ല. എനിവേ, അപ്പൊ അതാണ് മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ മായ അപകടത്തിൽപ്പെട്ട വണ്ടിയുടെ നമ്പർ 7288, മായയുടെ വണ്ടിയുടെ നമ്പറും 7288 ആണല്ലോ. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ അറിയാൻ പറ്റുന്നുണ്ടോ? അതോ ഇത് ഉൾപ്പെടെയാണോ കാണുന്നത്? അതോ ഇത് ജസ്റ്റ് ഒരു സിറ്റുവേഷൻ മാത്രമാണോ? അറിയാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് അത് ചില സമയങ്ങളിൽ ചില അപകടത്തിന്റെ ഒരു ഇതുപോലെയാണ് കാണുന്നത്. ചില സമയങ്ങളിൽ ആ സിറ്റുവേഷൻ ഇപ്പൊ ഞാനിപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനം ഇന്ത്യ മൊത്തവും ഞാൻ കറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ നമ്മളൊരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പോയ സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നമ്മൾ ന്യൂസുകളിലോ മീഡിയകളിലോ കണ്ട സ്ഥലമാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ആതിരപ്പള്ളിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്ഥലമാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയും ഇന്ന സ്ഥലത്താണെന്ന് പറയാം. പക്ഷെ വേറൊരു സ്ഥലം നമ്മൾ പോകാത്ത, നമ്മൾ അറിയാത്ത, ഫെമിലറൈസ്ഡ് അല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അത് ഏത് സ്ഥലമാണെന്ന്? എനിക്കെന്നല്ല ആർക്കും പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് പറയാവുന്ന ആ ഐഡന്റിഫിക്കേഷൻ ആണ്. ഇന്ന സ്ഥലമാണ്, ഇന്ന ഉയരം ഉണ്ടാകും, ഇന്ന വളവുണ്ടാകും. അല്ല, ആ ഒരു രീതിയിലല്ലേ എനിക്ക് പറയാൻ പറ്റും അത് ഏത് സ്ഥലമാണെന്ന് കൃത്യമായിട്ട്. ഇത്രയും ഇന്ത്യ ഫുൾ അരിച്ചു പിറക്കിയവർക്ക് അല്ലെങ്കിൽ അറിയത്തുള്ളൂ ഇത് ഏത് സ്ഥലമായിരിക്കാം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എനിക്കിപ്പം പറയാൻ പറ്റുന്ന ആ സ്ഥലം പറയാൻ പറ്റും, ആൾക്കാരെ പറയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ കൃത്യമായിട്ട് നമ്പർ പറയാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ചിലപ്പം മുന്നോട്ട് പോകും തോറും അത് കൃത്യമായിട്ടുള്ള ആളായിരിക്കാം എന്ന് നമുക്ക് പറയാം. ഇപ്പം തന്നെ എനിക്ക് തമിഴ്നാട്, കേരളം എന്ന് പറയാം, അല്ലെങ്കിൽ അതിന്റെ ബോർഡറാന്ന് പറയുമ്പോൾ നമുക്ക് 4-5 ബോർഡർ ഉണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒന്നാണെന്ന് പറയുവാണെങ്കിൽ ബാക്കി ബോർഡറിന്റെ അവിടോട്ട് പോകുന്ന ആൾക്കാര് ചിന്തിക്കുന്ന എന്തായിരിക്കും? പറഞ്ഞത് മറ്റേ പ്രവചനം പറഞ്ഞത് ഇന്ന ബോർഡർ ആണല്ലോ, അവിടെ അങ്ങോട്ട് ഞങ്ങൾ പോകുന്നില്ലല്ലോ, അവിടെ ഉള്ളവർ ശ്രദ്ധിക്കട്ടെ, ഞങ്ങൾ ആരും അത്ര കെയർ ആകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ അശ്രദ്ധയിലോട്ട് പോകണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ കൃത്യമായിട്ട് ആ ഒരു സ്ഥലം മെൻഷൻ ചെയ്യട്ടെ. കാരണം ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇടുക്കിയിലോട്ട് പോകുന്നവർക്കാണ് അപകടം വരുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വയനാട്ടിൽ പോകുന്നവർ അതിനെ തള്ളിക്കളയും. ഞങ്ങൾക്കൊന്നും വരത്തില്ല, ഇടുക്കിയെ കുറിച്ചല്ലേ പറഞ്ഞേ എന്നായിരിക്കും ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല വേണ്ടുന്നേ. അപകടത്തിൽ ആര് വേണേലും പെടാം. ഇതിങ്ങനെ കാണുമ്പം ഒരു വ്യക്തിയെ കൃത്യമായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടാൽ പോലും ഈ 3.5 കോടി ജനങ്ങളിലോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരിലായിട്ട് ഞാൻ എങ്ങനെ അവരെ ഐഡന്റിഫൈ ചെയ്യാനാ? അല്ലെങ്കിൽ പേര് നമ്മൾ പറഞ്ഞാൽ എത്രയോ ആൾക്കാർക്ക് ഈ ഒരു പേരുണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഒരു ഔട്ടർ പറയാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഇന്നടത്തായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന ആൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾക്കായിരിക്കാം. ഇത് നമ്മൾ കൂടുതലും കൃത്യമായിട്ട് നടക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ, മാൻമെയ്ഡ് പ്രോസസ്സിനെക്കാട്ടിലും ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം കൂടെ നാച്ചുറൽ കലാമിറ്റീസ് അല്ല അതേപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് കൂടുതലും വരുന്നത്. അപ്പൊ അതെനിക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു പവറിന്റെ കഴിവ് തന്നെ ആയിരിക്കും. അതെന്താന്ന് എനിക്കും കൃത്യമായിട്ട് അതിനെങ്ങനെ അത് പറയണം എന്ന് എനിക്കറിയില്ല. പക്ഷെ കുറെ വർഷം കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്, പറയുന്നതെല്ലാം കൃത്യമായിട്ടാകുന്നുണ്ട്. അതാണ് എനിക്കും കൂടുതൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. മായയുടെ പേര് RV മായ, എനിക്ക് തോന്നുന്നതൊരു RV മായ എന്ന് പറയുന്ന ഞാൻ സ്വീകരിച്ചൊരു പേരാണ്. മായ മോഹൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ MSW ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റിലെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താ ഈ RV എന്നുള്ളത് റിമൈൻഡിങ് വോയിസസ്, ഒരു ഓർമ്മപ്പെടുത്തൽ ശബ്ദം. അതാർക്ക് വേണേലും ആകാം. ആ ഒരു രീതിയിലാണ് RV സ്വീകരിച്ചിട്ടുള്ളത്. എനിക്ക് അങ്ങനെ പറയുന്നതാണ് ഇപ്പം എല്ലാവർക്കും നല്ലതെന്ന് വിചാരിക്കുന്നു. പിന്നീട് എന്താണ് RV എന്നുള്ളത്, RV ഫൗണ്ടേഷൻ അല്ലെങ്കിൽ RV റൈഡേഴ്സ് എല്ലാം ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. എനിവേ, അങ്ങനെ പറയാനാണ് ഇപ്പം എനിക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ഒരു ഓർമ്മപ്പെടുത്തൽ ശബ്ദം, അത് ചിലപ്പം ഈ ടെലിപ്പതിയെ സംബന്ധിച്ചിട്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ തെറ്റ് കണ്ടാൽ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതാകാം. എന്തായാലും നമ്മുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മളിലുള്ള ആൾക്കാർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ ശബ്ദമായിട്ട് നമുക്ക് നീതി കിട്ടണം എന്നുള്ള രീതിയിൽ, ഒരു ഉദാഹരണമായിട്ട് ആ ഒരു രീതിയിൽ ഞാൻ ഇട്ടതാണ് റിമൈൻഡിങ് വോയിസസ് എന്നുള്ളത്, ഒരു ഓർമ്മപ്പെടുത്തൽ ശബ്ദം. അതെന്തിനെ കുറിച്ചും ആകാം.
അതിനാണ് RV ഇട്ടേക്കുന്നത്. ശരി മായ, പറയാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഈ പ്രവചനം നടത്തുന്നതിന്റെ പേരിൽ ഭീഷണികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? അങ്ങനെയുള്ള കോമന്റ്സോ അല്ലെങ്കിൽ നേരിട്ടുള്ള ഭീഷണികൾ അങ്ങനെ എന്തെങ്കിലും? എനിക്കങ്ങനെ ഭീഷണിയൊന്നും ഇപ്പൊ ഈ ഒരു വീഡിയോ ആണ് കൂടുതൽ പബ്ലിസിറ്റി ആയത്. അതിന് മുൻപ് അത്രയും ആയിട്ടില്ലെങ്കിലും എനിക്ക് എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഇവൻ നേരത്തെ ടിക്ടോക്കിലായാലും ഒക്കെ. ടിക്ടോക്കിൽ ഇതിനെക്കാട്ടിലും വൈറലായിരുന്നു ഞാൻ. ആ സമയത്ത് പോലും എനിക്ക് അങ്ങനെ ഒരു ഭീഷണിയായിട്ട് ആരും വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ നെഗറ്റീവ് വീഡിയോസ് ഒരുപാട് ഇടുന്നവരുണ്ട്. അല്ലെങ്കിൽ ഞാൻ പ്രവാചകയാണ്, ദൈവമാണ്, ചീറ്റിംഗ് ആണ്, എന്നെ ഒരുപാട് ചീത്ത വിളിക്കുന്ന മെസ്സേജ് വരെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെ ഒന്നിനെയും ന്യായീകരിക്കാനും പോകുന്നില്ല, അവരെ സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല, അവരെ ചീത്ത വിളിക്കാനോ തിരിച്ചൊന്നും പറയാനും പോകുന്നില്ല. കാരണം എനിക്ക് എന്റേതായിട്ടുള്ള രീതിയിലല്ലേ പെരുമാറാൻ പറ്റൂ. കാരണം ഞാനിത് ആരും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ഞാൻ സ്വയം ആൾദൈവമാകാനോ ഒന്നും ഇട്ടതല്ല. ആൾക്കാരെ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ള ഒരു മൈൻഡും അത് പ്രൊഫഷനായിട്ട് എടുത്ത ഒരാളാണ് ഞാൻ. സോഷ്യൽ വർക്ക് മെന്റാലിറ്റി MSW പഠിച്ച ഒരാളാണ്. അപ്പം നമ്മൾ സോഷ്യൽ വർക്കും ചാരിറ്റിയും ചെയ്യുന്ന എന്തിനാണ്? സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ വേറൊരു ഡിഗ്രി എടുത്തിട്ട് എനിക്ക് ജോലി ചെയ്യാൻ വയ്യാഞ്ഞിട്ടല്ല. ഞാൻ സോഷ്യൽ വർക്ക് തിരഞ്ഞെടുത്തേക്കുന്ന സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. സമൂഹത്തിനെ നന്നാക്കുക, അല്ലെങ്കിൽ നമ്മളിൽ ഒരാളെ, അല്ലെങ്കിൽ നമ്മളുടെ പ്രകൃതിയെ, നമ്മുടെ ജീവികളെ, അല്ലെങ്കിൽ മനുഷ്യരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും ആ ഒരു രീതിയിലാണ് ഞാൻ സോഷ്യൽ വർക്ക് എടുത്തത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ സൈക്കോളജിയും കാണുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു കഴിവുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മനുഷ്യരെ സഹായിക്കാൻ, അല്ലെങ്കിൽ മൃഗങ്ങളെ സഹായിക്കാൻ, അല്ലെങ്കിൽ പ്രകൃതിയെ സഹായിക്കാനും സംരക്ഷിക്കാനുമാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഞാനത് ഇടുന്നത്. അല്ലെങ്കിൽ എനിക്കിത് കണ്ടിട്ട് മിണ്ടാതിരുന്നാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഇത് കുറെ വർഷം കൊണ്ട് ഇത് ഇടുമ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു. മായേച്ചി എന്നെ എല്ലാവരും വിളിക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ മായമെന്ന് വിളിക്കും. അപ്പോൾ ചേച്ചി അങ്ങനെ ചെയ്യണം. കുറെ പേരെങ്കിലും കണ്ട് അവരും കൂടെ കുറച്ച് അവെയർ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കാണുന്ന അപകടത്തിന്റെ തീവ്രത കുറയുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര്, എനിക്ക് നേരെ 80% ആൾക്കാർ സപ്പോർട്ടീവായിട്ടാണ് ഈ ഒരു കുറെ വർഷം കൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ വൈറലായതിനു ശേഷം ഞാൻ വൈറലിന് വേണ്ടി ചെയ്തതല്ലെന്ന് പറയട്ടെ. കാരണം ഒരു മരണമോ ഒരു അപകടമോ അല്ലല്ലോ നമ്മൾ വൈറലിന് വേണ്ടി ചെയ്യേണ്ട കാര്യം. ഞാൻ ഇതിനു മുൻപേ തന്നെ വൈറലായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, മലയാള മനോരമയിലൊക്കെ, ഷീറോസിലും, അതേപോലെ തന്നെ ഞാൻ ചാനലിൽ, നമ്മുടെ 24 ഫ്ലവേഴ്സ് ചാനലിലൊക്കെ വന്നൊരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് വൈറലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല. ഈവൻ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ കേരളത്തിലെ ഒരു ലേഡി എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ വൈറലായ ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വൈറലിനാകാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നെഗറ്റീവ് ഇടുന്നവരോടോ അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവരോടോ പറയുന്നത് ഇത് അതിനുവേണ്ടി ചെയ്തതല്ല. എന്റെ കൂട്ടത്തിലുള്ള ഒരാളെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്ന് മനസ്സിൽ അതിയായ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. ഒരാഴ്ച മുന്നേ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ ടീച്ചർമാർ ഉൾപ്പെടുന്ന ആ സംഘം ഒരു പക്ഷേ ഇത് കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അവരും കുറെ കൂടെ ശ്രദ്ധിച്ചേനമായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവരിലോട്ട് എനിക്ക് തോന്നി ഈ ഒരു ന്യൂസ് എത്തിയിട്ടില്ലായിരിക്കാം. എനിക്ക് പോയി അവരെ കാണണമെന്നൊക്കെ ഉണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെട്ടവർ. പക്ഷെ ഇപ്പം ഞാനും ആ അവസ്ഥയിലായില്ല, എല്ലാവരും ആ അവസ്ഥയിലല്ല. അപ്പൊ അങ്ങനെ ട്രിപ്പ് പോകുന്നവരിലോട്ടൊക്കെ എത്തുമായിരുന്നെങ്കിൽ എല്ലാവരും കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചേനെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നെഗറ്റീവ് കമന്റ് ഇടുന്നവര് എന്തുദ്ദേശത്തിലാണ് ഇടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതിന് ഞാൻ എന്താ പറയണ്ടേ? എനിക്ക് അവരോടും നന്ദിന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഇനിയും ഞാൻ ഇങ്ങനെ ഒരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രീ കോഗ്നിഷൻ, കൃത്യമായിട്ട് ഞാൻ പറയുന്നത് ഒരു പ്രീ കോഗ്നിഷൻ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അത് ഞാൻ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ടെലിപ്പതി ഇടുന്നത്. അത് ഞാൻ ഇനിയിടും. കാരണം എന്നെ കൊണ്ട് ഒരാളെങ്കിലും സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യും. നിങ്ങൾ എന്നെ ചീത്ത പറയൂ, എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യും. അത് ചിലപ്പം പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും ആളുകൾക്കൊരു ദുരൂഹമാണ്. പലർക്കും ഇപ്പോഴും ഇതെന്താണ് സത്യം, എങ്ങനെയാണ് ഇത് ചിന്തിക്കുക എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എന്തായാലും മായ പ്രവചിക്കുന്ന അല്ലെങ്കിൽ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഇപ്പം സേനയുടെ വാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മായ പറയുന്നത്. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എത്രമാത്രം അല്ലെങ്കിൽ ഇപ്പോഴും ആളുകൾക്ക് അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. മായയ്ക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യം. എന്തായാലും മായ, വളരെയധികം സന്തോഷം. നന്ദി പങ്കെടുത്തതിന്, സംസാരിച്ചതിന്, കാര്യങ്ങൾ വിശദീകരിച്ചതിന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.